ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 6, പേജ് നമ്പർ 480. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. പദാനുപദം. സർവത്രഗഃ സർവത്ര ഗമിക്കുന്നതും, മഹാൻ മഹാനും എങ്ങും വ്യാപിച്ചിരിക്കുന്നതും ആയ, വായുഹു വായു, യഥാ യാതൊരു പ്രകാരം, നിത്യം എല്ലായ്പ്പോഴും, ആകാശസ്ഥിതഃ ആകാശസ്ഥിതമായിരിക്കുന്നുവോ, തഥാ അപ്രകാരം, സർവാണി ഭൂതാനി സർവഭൂതങ്ങളും, മത്സ്ഥാനി എന്നിൽ സ്ഥിതി ചെയ്യുന്നവയാണ്, ഇതി എന്ന്, ഉപധാരയ ധരിച്ചാലും. വിവർത്തനം. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഭാവാർത്ഥം. ഭീമമായ ഈ ഭൗതിക പ്രപഞ്ചം എങ്ങനെ ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഒരു സാധാരണ മനുഷ്യന് ഊഹിക്കാനാവില്ല. അതിൻ്റെ സാധ്യത നമുക്ക് സുഗ്രാഹ്യമാക്കാനായി ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണ് ഭഗവാൻ. മനുഷ്യന് അനുമാനിക്കാവുന്ന വിപുലമായൊരു പ്രതിഭാസമാണ് ആകാശം. ആ ആകാശത്തിലുള്ള വായു അഥവാ കാറ്റാണ് പ്രപഞ്ചത്തിലെ മഹത്തായ ആവിർഭാവം. വായുവിൻ്റെ ചലനം സർവപദാർത്ഥങ്ങളുടെയും ചലനത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത്രയും മഹത്തരമാണ് വായു. എങ്കിലും അത് ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അതിനപ്പുറം കടക്കുന്നില്ല. അതുപോലെ തന്നെ വിസ്മയാവഹമായ ഈ പ്രത്യക്ഷ പ്രപഞ്ചം പരമമായ ഭഗവദിച്ഛയാൽ നിലനിൽക്കുന്നു. എല്ലാം അതിനെ ആശ്രയിക്കുന്നു. ഭഗവാന്റെ ഹിതമനുസരിച്ചല്ലാതെ ഒരു പുൽക്കൊടി പോലും ഇളകുന്നില്ല. ആ ഇച്ഛാശക്തിക്കധീനപ്പെട്ടാണ് ഏതൊന്നിൻ്റെയും പ്രവർത്തനം. ജീവജാലങ്ങളുടെ സൃഷ്ടിയും സ്ഥിതി സംഹാരങ്ങളും നടക്കുന്നത് ആ ഇച്ഛയ്ക്കു വഴങ്ങിത്തന്നെ. എങ്കിലും ഭഗവാൻ അവയിൽ നിന്ന് അതീതനാണ്. വായുവിൻ്റെ പ്രവർത്തനങ്ങൾ ബാധിക്കാത്ത ആകാശത്തെ പോലെ.
യത് ഭിഷാവാതഃ പവതേ എന്ന് ഉപനിഷത് സൂക്തം. തൈത്തരീയം 2:8-1. പരമപുരുഷനെ ഭയന്നാണ് വായു ചലിക്കുന്നത്. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗീ സൂര്യചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠത. ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗീ ദ്യാവാപൃഥിവൗ വിധൃതൗ തിഷ്ഠത. ബൃഹദാരണ്യകം 3:8-9. പരമദിവ്യോത്തമ പുരുഷന്റെ പരമമായ ആജ്ഞയാൽ അവിടുത്തെ നിയന്ത്രണത്തിൽ സൂര്യചന്ദ്രന്മാരും മറ്റു വൻഗ്രഹങ്ങളും ചരിക്കുന്നു. യച്ചക്ഷുരേഷ സവിതാ സകലഗ്രഹാണാം രാജാ സമസ്തസുരമൂർത്തിരശേഷതേജാഃ യസ്യാജ്ഞയാ ഭ്രമതി സംവൃതകാലചക്രോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിത 5:52. സൂര്യന്റെ ചലനത്തെക്കുറിച്ചുള്ള വിവരണമാണിത്. സൂര്യൻ ഭഗവാന്റെ ഒരു കണ്ണാണെന്നും ചൂടും വെളിച്ചവും പ്രസരിപ്പിക്കാൻ അതിന് അളവറ്റ കഴിവുണ്ടെന്നും പറയപ്പെടുന്നുവെങ്കിലും ഗോവിന്ദന്റെ ആജ്ഞയും ആഗ്രഹവും അനുസരിച്ച് നിർദ്ദിഷ്ട പഥത്തിലൂടെയാണതു നീങ്ങുന്നത്. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലുതും ആശ്ചര്യകരവുമായ ഈ ഭൗതിക പ്രപഞ്ചം ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിനധീനമാണെന്നതിന് വൈദിക സാഹിത്യത്തിൽ പല തെളിവുകളും എടുത്തുകാട്ടിയിട്ടുണ്ട്. ഇതേ വിഷയത്തെപ്പറ്റി ഈ അധ്യായത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ കൂടുതൽ വിവരിക്കും. ഹരേ കൃഷ്ണ.